സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് 8 വർഷം പിന്നിടുകയാണ് ഈ ക്യാമ്പ് തുടങ്ങിയിട്ട്. നിലവിൽ 10,000-കണക്കിന് ആളുകൾക്ക് നേത്ര ചികിത്സയിലൂടെ തന്നെ കണ്ണിന്റെ പൊതു വെളിച്ചം നൽകുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടനവധി പ്രമുഖ വ്യക്തികളെയാണ് ഈ ക്യാമ്പിന്റെ ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഇവിടെ എത്തിച്ചേർന്നതും അങ്ങനൊരു വ്യക്തിയെയാണ് നമുക്ക് ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇവരുടെ സമയം ഒരുപാട് പോയത് കൊണ്ട് കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. എത്തിച്ചേർന്ന ഇന്ന് ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷന് വേണ്ടി പോകുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ്. എല്ലാ മാസവും നമുക്ക് ഇവിടുന്ന് ഓപ്പറേഷന് കൊണ്ടുപോകുമ്പോൾ കൂടെ പോകുന്ന ബൈസ്റ്റാൻഡിനടുത്ത് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടാണ് ഞങ്ങൾ ഈ ക്യാമ്പിൽ നിന്നും തിരുനെല്വേലിയിലേക്ക് പോകുന്നത്. എന്നാൽ ആ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെയാണ് തിരികെ ഇവിടെ എത്തിച്ചേരുന്നത്. പല ബുദ്ധിമുട്ടുകളും ഇത് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് ഹോസ്പിറ്റലിന്റെ ഒരു ചെറിയൊരു അറിയിപ്പുണ്ട്. ബൈസ്റ്റാൻഡിന്റെ എണ്ണം കുറയ്ക്കണം എന്ന് ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് ആരെങ്കിലും പോകാൻ താല്പര്യമുള്ള ആളുകൾ അവരുടെ റൂമിന്റെ റെന്റ്, അതായത് പുറത്ത് റൂം എടുക്കുന്ന പൈസ ഇവിടെ പോകുന്ന ആളുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ കൂടെ പോകുന്ന ബൈസ്റ്റാൻഡിനെ കയറ്റി വിടുമായിരുന്നു. മാക്സിമം ഒരു പേഷ്യന്റിന് സുഖമില്ലാത്ത ഒരാളാണെങ്കിൽ മാത്രമേ ബൈസ്റ്റാൻഡിനെ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അല്ല, ഇവിടുന്ന് ഞങ്ങൾ പോയി റൂം എടുത്തോളാം എന്ന നിർദ്ദേശമായി ഇവിടെ ഞങ്ങൾ ഒരു കാരണവശാലും കയറ്റി വിടുകയില്ല. കൂടെ പോകുന്ന ആളുകൾ ആ റൂമിന്റെ റെന്റ് ഇവിടെ അടച്ചാൽ പുറത്ത് റൂം എടുത്ത് തരുന്ന ഒരു സൗകര്യം കൂടി ഇവിടെ ചെയ്തു കൊടുക്കും. കണ്ണിന്റെ കാഴ്ച കിട്ടുക എന്നത് നിങ്ങളോടൊരു ആവശ്യമാണ്. അത് നിങ്ങളെ കുടുംബങ്ങൾ കൂടി പരിഗണിച്ച് നിങ്ങൾ ഈ ക്യാമ്പുമായി സഹകരിക്കണമെന്ന് മാത്രം ഈ ആവശ്യം നിങ്ങൾക്ക് നിർദ്ദേശമായി വെക്കുകയാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. നമ്മുടെ ഉദ്ഘാടകൻ മധുകുമാർ സാറാണ്. സാറിന് എനിക്ക് വർഷങ്ങളായി പരിചയമുണ്ടെങ്കിലും സമുദ്രതീരം മതേതര വയോജന കേന്ദ്രമെന്ന ഒരു സ്ഥാപനം തൊട്ടടുത്തായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ കേന്ദ്രം ഏതാണ്ട് 4 വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഈ കേന്ദ്രം തുടങ്ങിയിട്ട്. ഈ 4 വർഷത്തിനിടയിൽ ഒട്ടനവധി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചാണ് ഈ കേന്ദ്രം ഞങ്ങൾ നടത്തി പോകുന്നത്. ഇതിൻ്റെ ഇടയിലെയാണ് സർക്കാരിൻ്റെ ഒരു നിയമം വന്നിരിക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് താമസിക്കണ്ട. 40ഓളം ആരുമില്ലാത്ത അച്ഛന്മാരെയും അമ്മമാരെയും സംരക്ഷിച്ചു വരുന്ന സ്ഥാപനത്തിൽ ഇവരെല്ലാം ഒരുമിച്ചാണ് താമസിക്കുന്നത്. നിങ്ങൾക്ക് വന്ന് കാണുമ്പോൾ അറിയാം, വന്നിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ നിർദ്ദേശം വന്നെങ്കിലും അതിനുള്ള സാമ്പത്തിക ബാധ്യത എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ചെറിയൊരു എമൗണ്ട് പോരാ മാറ്റി താമസിപ്പിക്കണമെങ്കിൽ. അപ്പോൾ ജനങ്ങളെല്ലാം ഈ വിഷയം അറിയുകയും ജനങ്ങൾ സ്വയമേ എന്നെ വിളിച്ച് പറയുകയുണ്ടായി, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, സഹകരിക്കാൻ തയ്യാറാണ്, ഇതുമായി ബന്ധപ്പെട്ട് പോകണമെന്ന് പറയുകയും തൊട്ടടുത്ത ദിവസം തന്നെ ഞാനൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും ചെയ്തു. സമുദ്രത്തിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പോൾ ഒട്ടനവധി ആളുകൾ, എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ അവിടെ പങ്കെടുക്കുകയുണ്ടായി. ആ മീറ്റിങ്ങിൽ എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ മധുകുമാർ സാറും പങ്കെടുത്തു. അപ്പൊ എല്ലാവരും സംസാരിക്കുന്നതിനിടയിൽ സാർ ആദ്യമായിട്ട് എഴുന്നേറ്റ് വേദിയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ വകയായി 1,00,000 രൂപ തരാൻ തയ്യാറാണ്. ആദ്യമായിട്ട് ഒരാൾ ഇങ്ങനെ ഒരു നിർദ്ദേശം വെക്കുമ്പോൾ ഏറെ സന്തോഷത്തോടെ ഞങ്ങൾ അത് സ്വീകരിച്ചു. അതിലും മിക്ക ആളുകളും അത് ഏറ്റെടുത്തുകൊണ്ട് ഏതാണ്ട് 57 ലക്ഷം രൂപ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് തരാൻ തയ്യാറായി. ആദ്യമായി സാറിന്റെ കൈനീട്ടമാണ് നമുക്ക് വിലപ്പെട്ടതായി കിട്ടിയത്. ഏതാണ്ട് 3.5 കോടി രൂപ മുടക്കിയാണെന്ന് അത്യാധുനിക സൗകര്യങ്ങൾ കൂടി ആ ബിൽഡിങ്ങിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 2-2.5 കോടി രൂപ ഇപ്പൊ ചെലവാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതിനിടയിൽ സാറിന് എന്റെ സാമ്പത്തികം വീണ്ടും ടൈറ്റായപ്പോൾ സാർ വീണ്ടും എന്നെ വിളിച്ചു, ഒരാളിനെ അങ്ങോട്ടത്തേക്ക് വിടണം, ഞാൻ കുറച്ച് പൈസ കൊടുത്തരാം. സാർ വീണ്ടും 40,000 രൂപ വീണ്ടും ഞങ്ങൾക്ക് തന്നു. ഇങ്ങനെ ഒട്ടനവധി സുമനസ്സുകൾ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ വലിയൊരു മനസ്സിന്റെ ഉടമയാണ് നമുക്ക് ഇന്ന് ഈ ക്യാമ്പിന്റെ ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏറെ സന്തോഷത്തോടു കൂടി സമുദ്രം കൂട്ടുകുടുംബത്തിന്റെ പേരിൽ ഞാൻ എൻ്റെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്.
ആൾക്കാരെ എല്ലാ മാസവും കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് തിരുനെല്വേലി കൊണ്ടുപോയി തിരിച്ചെത്തിക്കുന്നവരുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനും ആ സംഘടനയ്ക്കും ചാരിറ്റബിൾ സൊസൈറ്റിക്കും ഉള്ള ഒരു ഇതാണ്. എല്ലാവരും ഇതിനെ കോപ്പറേറ്റ് ചെയ്യുക. പുള്ളിയുടെ കൂടെ ഓരോ മാസവും ആൾക്കാരെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഫ്രീ, എല്ലാവർക്കും അറിയാം, ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ഫ്രീ സേവനമാണിത്. ഒരു പൈസ പോലും വാങ്ങാതെ ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോയി എല്ലാവരും ഇതിനോട് സഹകരിക്കുക. നേരത്തെ പറഞ്ഞ ബൈസ്റ്റാൻഡറിൻ്റെ കാര്യം, കൂടെ പോകുന്ന ആൾക്കാരുടെ കൊണ്ടുപോകുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ട് പറയുകയുണ്ടായി. അതൊക്കെ നമ്മളൊന്ന് പരിഹരിച്ച് എല്ലാവരും ഇതിനുവേണ്ടി കോപ്പറേറ്റ് ചെയ്യണം. അരവിന്ദ് കണ്ണാശുപത്രിയിലെ എല്ലാ ടീമിനും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇങ്ങനെയുള്ളൊരു സംഗതി ഇവിടെ എല്ലാ മാസവും നടത്തി വളരെ പ്രൊഫഷണലായിട്ട് തന്നെ ആൾക്കാരെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ടാസ്ക്കാണത്. ഇത് പറഞ്ഞുകൊണ്ട് ഔപചാരിക ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഈ സംരംഭത്തെക്കുറിച്ച് സിംഗ് ഇവിടെ വിശദീകരിച്ചു. ഇതൊരു വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ പോലും ഇതിനേക്കാൾ വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനം തൊട്ടപ്പുറത്ത് അദ്ദേഹം സൂചിപ്പിച്ച് 10-40 പേർക്ക് ആരോരുമില്ലാത്ത ആൾക്കാർക്ക് അഭയം കൊടുത്തുകൊണ്ടുള്ള വലിയൊരു പ്രവർത്തനം അദ്ദേഹം നടത്തുന്നുണ്ട്. ഇന്ന് ആൾക്കാർ എത്രമാത്രം സമ്പത്തുണ്ടായാൽ പോലും അതൊന്നും ഇത്തരത്തിൽ വിനിയോഗിക്കാൻ താല്പര്യം കാണിക്കാത്ത ഒരു ഘട്ടത്തിലാണ് സ്വന്തം അധ്വാനത്തിൽ നിന്നുണ്ടാകുന്ന വിഹിതമെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഇത്തരത്തിൽ പാവപ്പെട്ട ആരോരുമില്ലാത്ത അമ്മമാരെയും അച്ഛന്മാരെയും പാർപ്പിക്കാൻ വേണ്ടി അദ്ദേഹം വലിയ സാമ്പത്തിക ബാധ്യതയിലാണെന്ന് എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞു 3.5 കോടിയോളം വേണം. 2.5 കോടി ഇപ്പോൾ ചിലവായി. 57 ലക്ഷം രൂപ മാത്രമാണ് അദ്ദേഹത്തിന് ലഭ്യമായിട്ടുള്ളത്. ബാക്കിയെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വന്തം ബാധ്യതയിലാണ്. അദ്ദേഹം ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്ന ആളാണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്നതിലപ്പുറത്തേക്ക് അദ്ദേഹം പൊതുജനങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നയാളാണ്. അത്തരം സംരംഭത്തിലാണ് ഇത്തരത്തിൽ ആൾക്കാർക്ക് അരവിന്ദ് കണ്ണാശുപത്രിയുമായി സഹകരിച്ചുകൊണ്ട് ആൾക്കാരുടെ കണ്ണിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹം വലിയൊരു മനസ്സും സമ്പത്തും ചിലവഴിക്കുന്നത്. ഈ നാട്ടിലുള്ള എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഈ സേവനത്തെക്കുറിച്ച് ഈ നാട്ടുകാരൻ കൂടിയ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വളരെ മതിപ്പും അഭിമാനവുമാണുള്ളത്. ഈ സംരംഭത്തിന് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ ക്യാമ്പിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിമിരമുള്ള പേഷ്യൻസിനെ കണ്ടുപിടിച്ച് കൊണ്ടുപോയി തിമിര ശസ്ത്രക്രിയ ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്നതാണ്. കാഴ്ചക്കുറവെല്ലാം തിമിരം കാരണം ആയിരിക്കത്തില്ല. നരമ്പിന് എന്തെങ്കിലും ഡാമേജ്, ഷുഗർ കാരണമോ അല്ലെന്നുണ്ടെങ്കിൽ പ്രഷർ കാരണമോ അങ്ങനെയൊക്കെ നരമ്പിന് ഡാമേജ് വന്ന പേഷ്യൻസിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം അത് നമ്മൾ അവിടെ ഇരുന്ന് നമുക്ക് പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് ഓരോ പേഷ്യൻ്റെ അടുത്തും പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇപ്പം തന്നെ പറയുന്നത്. അപ്പം തിമിരമുള്ള പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ സർജറി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മാക്സിമം ഇതിന് നമ്മുടെ കൂടെ വരാൻ ശ്രമിക്കുക. അതല്ല ഡയറക്റ്റായിട്ട് വന്ന് കാണണം എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക.